ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് സ്വാഗതം ടു ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3 പവർഡ് ബൈ DAC ആൻഡ് Persil. ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് മാമാങ്കത്തിലോട്ട് കടക്കുമ്പോൾ നമ്മൾ നേരത്തെ ഉള്ള കാര്യം ഒന്ന് റീക്യാപ്പ് ചെയ്തിട്ട് പോവാം. കാരണം കഴിഞ്ഞ തവണ ഒരു വിജയി ഉണ്ടായില്ല, ആർക്കും പോയിന്റ്സ് കിട്ടിയില്ല. അത്ര മോശമായിട്ടാണ് നമ്മുടെ ബാച്ചിലേഴ്സ് കുക്ക് ചെയ്തത്. ഒരാൾ ഉപ്പിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിൽ മറ്റേ ആൾ എരിവിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. രണ്ടും കാരണം നമ്മുടെ ഷെഫിന് തിരിച്ചു വരുമെന്ന് പോലും നമുക്കറിയില്ല. അത്ര കണ്ടു മോശമായിരുന്നു അവരുടെ കുക്കിംഗ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു പോയിന്റ് നിലവാരം പറയാം. പക്ഷെ അതിനു മുമ്പ് അവരെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. Let's welcome the red team and the blue team. വലിയ സന്തോഷത്തിലാണല്ലോ. കഴിഞ്ഞ വർഷം പോയിന്റ് ഇട്ടാന്നിട്ട് ഒരു സന്തോഷം കാണാനുണ്ടല്ലോ രണ്ടുപേർക്കും. അതിനല്ലേ ഇതിപ്പോ ഇനി നല്ല തകർത്ത് ചെയ്യാലോ, കോൺഫിഡൻസ് വന്നിരിക്കും. ആ കോൺഫിഡൻസ് ഉണ്ട് അല്ലേ? ഇത്തവണ പഠിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? ഓവർ കോൺഫിഡൻസ് ഇല്ല, കോൺഫിഡൻസ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഓവർ കോൺഫിഡൻസിലാണ് ഉപ്പ് കൂടിയത് അല്ലേ? ഇത്തവണ എരിവ് കൂട്ടോ? ഇല്ല, ഇത്തവണ നമ്മൾ സെറ്റ് എരിവ് കൂട്ടത്തേ ഇല്ല. നിങ്ങളുടെ ഭക്ഷണം എടുത്ത് കഴിഞ്ഞ ദിവസം കഴിച്ച പൂച്ച ഇപ്പൊ ഈ വീട്ടിലോട്ടേ വരാറില്ല. അതുകൊണ്ട് വളരെ സന്തോഷത്തിലാണ് ഇവരുടെ വീട്ടുകാർ ജീവിക്കുന്നത് കേട്ടോ. അപ്പോ നിങ്ങളെ രണ്ടുപേരെയും കുക്കിംഗ് സ്റ്റേഷൻസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം വെൽക്കം. ഓക്കെ, ഇനി ഇന്ന് ഇവർക്ക് കുക്ക് ചെയ്യാനുള്ളത് എന്താണ് ഡിഷ് എന്നറിയാൻ, ആ കുക്ക് ചെയ്യേണ്ട ഡിഷ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് അറിയാൻ ഒക്കെ ആയിട്ട് ഇവർക്ക് ഫുൾ ആയിട്ട് ഗൈഡ് ലൈൻസ് നൽകുന്ന അവരുടെ മെന്റർ, അവരുടെ ഷെഫ്. ലെറ്റ്സ് വെൽക്കം ഷെഫ് സിനു ചന്ദ്രൻ. വെൽക്കം ഷെഫ്, വെൽക്കം. താങ്ക് യു ഷെഫ്. എല്ലാം ഓക്കെ അല്ലേ? ഇപ്പൊ അന്ന് കഴിച്ച ഭക്ഷണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടല്ലോ അല്ലേ? പിന്നെ ഞാനിങ്ങനെ സർവൈവ് ചെയ്തോണ്ടിരിക്കുക. ഒരു കുറച്ച് കിലോ കുറഞ്ഞിട്ടുണ്ട്. ഉണ്ടല്ലേ? അതെ അതെ. ആ ഭക്ഷണത്തിന്റെ എരി ഇറങ്ങിയതാ. ഇവിടെ ഈ ദുബായിൽ അല്ലെങ്കിൽ UAE കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം സത്യം പറഞ്ഞാൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ രണ്ട് വശമുണ്ടല്ലോ. നല്ലൊരു കംഫർട്ട് സോൺ ഉണ്ടാവുമല്ലോ. അല്ല, അതെ. കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ വീട്ടിലെ ആഹാരമാണ്. സിനു എന്ന് പറയുമ്പോൾ എപ്പോഴും വീട്ടിലെ ആഹാരമാണ്. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഫുഡാണ് നമുക്ക് ആദ്യം. നൗ ഐ ആം അഡ്ജസ്റ്റിംഗ് വിത്ത് മൈ വൈഫ്. അഡ്ജസ്റ്റിംഗ് വിത്ത് മൈ വൈഫ്. വൈഫ് പ്രത്യേകം നോട്ട് ചെയ്യണം. അമ്മയുടെ ഭക്ഷണം ഇഷ്ടമാണ്, വൈഫിന്റെ ഭക്ഷണത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുക. എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. ഇല്ല 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 ഇല്ല, എന്റെ അടുത്ത് ചോദിക്കും. ഞാൻ പറയാം, ഞാൻ എന്റെ അടുത്ത് ചോദിക്കും എന്താണ് ഇതിന് ഏറ്റവും എന്റെ വൈഫ് ഉണ്ടാക്കുന്ന ഭക്ഷണം. അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം നീ നാട്ടിൽ പോകുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വീട്ടിലെ ലക്ഷ്മി കരയുമ്പോൾ മറ്റേ വീട്ടിലെ ലക്ഷ്മി ചിരിക്കുകയാണ്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് വളരെ കൃത്യമായിട്ട് ഞാൻ കണ്ടല്ലോ ഡീസന്റ് ആയിട്ട് ഇങ്ങനെ ഉത്തരം പറയാൻ. എനിക്ക് അമ്മയും ലക്ഷ്മി ഉണ്ടാക്കുന്നത് രണ്ടും ഇഷ്ടമാണ്. ഇത് കഴുത്തി കത്തി വെച്ച് പറയിച്ചത്. ശരി ശരി ശരി, നമുക്ക് തൽക്കാലത്തേക്ക് വിടാം. അവിടെ പിള്ളേർ കത്തി എടുത്തു പോകുന്നത്. അതെ, ഇന്ന് ഇവർക്ക് കുക്ക് ചെയ്യാൻ കൊടുക്കുന്ന ഡിഷ് എന്താണ്? എന്നെ നോക്കി പറയരുത് പ്ലീസ്. എന്തിനാ എന്നെ നോക്കി? ഞാൻ കണ്ണടച്ച് പറയാം. കഴിഞ്ഞ ഉപ്പുമാവിന് ശേഷം ചിക്കൻ ഫ്രൈ എന്നാ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഉപ്പുമാവ് ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും പറയണമെന്നില്ല. വല്ല അവലോ മലരോ എന്നെല്ലാം പറഞ്ഞു എടുത്ത് തന്നാൽ മതി. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ചാലഞ്ച് തരിക, നിങ്ങളുടെ കുക്കിംഗ് സ്കിൽ ഇമ്പ്രൂവ് ആയി കാണുമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടും ഐ എം ഷുവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഇഷ്യൂ ആയിരിക്കും. നമുക്കിന്ന് ഒരു പ്രോൺസ് മാംഗോ കറി ചെയ്യാം. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഷ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഐറ്റം അത് അവിടെ പേപ്പറും പെന്നും ഉണ്ട്. രണ്ടുപേർക്കും എടുക്കാം. എടുത്ത് നിങ്ങൾക്ക് ആവശ്യത്തിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ആ ലിസ്റ്റിലുള്ള സാധനങ്ങൾ നമ്മുടെ നിസാം നിങ്ങൾക്ക് വേണ്ടി പോയി വാങ്ങിച്ചു തരുന്നതായിരിക്കും. അപ്പൊ പ്രിപ്പയർ ചെയ്തോളൂ ലിസ്റ്റ്. ഇവർ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് നിസാം അത് വാങ്ങിച്ചുകൊണ്ട് വരുന്ന സമയം കൊണ്ട് നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം അല്ലേ? Asianet Bachelor's Kitchen Season 3 powered by DAC and Persil. We're going for a short break. The Bachelor's Kitchen. Welcome back to Asianet Bachelor's Kitchen Season 3 powered by DAC and Persil. ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും എന്താണ് കുക്ക് ചെയ്യാൻ പോണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പല രീതിയിലാണ് ലിസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ആദ്യം ഇവരുടെ ലിസ്റ്റ് നോക്കാം. ചെമ്മീൻ 250 ഗ്രാം, അത് കറക്റ്റ്. പ്രോൺസ് മാംഗോ കറി ആണല്ലോ, അതിന് മിനിമം വേണ്ടതാണല്ലോ. ഓക്കെ, ഇഞ്ചി ആവശ്യത്തിന്. ആരുടെ ആവശ്യത്തിന്? വെളുത്തുള്ളി ആവശ്യത്തിന്. സത്യം പറ, നീ ഇവിടെ റെസിപ്പി അടിച്ചു പറ, സത്യം പറ.
സവാള 2, തേങ്ങാപ്പാൽ 1 കപ്പ്. നിങ്ങളിലേക്ക് വരുന്നേ ഉള്ളൂ, വരാം കേട്ടോ. ഇത്രയും നമ്മൾ ഡിഷ് ഉണ്ടാക്കി സ്ഥിതിക്ക് റെസിപ്പി കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആകണ്ടേ? പിന്നെ മാത്രമോ ആവശ്യത്തിന് കണക്കല്ലേ പറയണ്ടേ? അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി എഴുതി കഴിഞ്ഞാൽ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, സമാധാനം. എന്താണ് കാര്യം? സമാസമം 50 ഗ്രാം തരുവാണെങ്കിൽ മഞ്ഞൾപ്പൊടി 50 ഗ്രാം ഓരോ കിലോ വെച്ച് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് സമാസമല്ലേ? നിങ്ങൾ റെസിപ്പി അടിച്ച് മാറ്റി വിടും. അല്ല, ഇത് എനിക്കൊന്ന് നിസാമാണോ ഇത് ഉണ്ടാക്കുന്നത്, നിങ്ങളാണോ? സമാസമം പുള്ളി തരുന്നത് നിങ്ങൾ ഉപയോഗിക്കുക. ഇല്ല, അത് മൊത്തം ഉപയോഗിക്കില്ല. പിന്നെ 1 കിലോ പച്ചമാങ്ങ 250 ഗ്രാം പ്രോൺസിന് അത് 1 കിലോ കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ അച്ചാറിടാലോ. ബാക്കി അച്ചാറും കൂടി ഇടുന്നുണ്ടോ? ശരിക്കും ഫുൾ ടൈം പച്ചമുളകിന്റെ പരിപാടിയാ. പച്ചമാങ്ങയാടാ, പച്ചമുളകല്ല. ഗാർണിഷ് ചെയ്യാനായിട്ടും കൂടെ ഇച്ചിരി നട്ട് വളർത്ത്. 1 കിലോ വാങ്ങിച്ചു നോക്കി. അടുത്ത ആളിലോട്ട് പോവാം. മാംഗോ കൂടെ കറിയിൽ എഴുതിട്ട് വെട്ടിയിട്ട് പച്ചമാക്കിയിട്ടുണ്ട്. പച്ചമാങ്ങ അതല്ലേ മാംഗോ പച്ച. മാങ്ങ എഴുതാൻ പറ്റിയില്ല. ജിഞ്ചറിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു. GIN അല്ലേ? വേറെ എന്തെങ്കിലും ചോദിക്കും. സ്കൂളിൽ പോയില്ല പഠിപ്പിക്കുമ്പോ. നീ എഴുതിയിരിക്കുന്നത് ഗാംഗർ ഗാർലിക് എന്നാണ്. ഓ ഓക്കെ, അപ്പൊ ഭാഗ്യം ഇഷ്ടപ്പെട്ടു. ടൈപ്പോ സോറി, റൈറ്റോ. ജിഞ്ചർ ഗാർലിക്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, അതൊക്കെ അവന്റെ ഇഷ്ടത്തിന് വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്നിനും കണക്കില്ല. എന്താ ഈ കോക്കനട്ട് മിൽക്ക് തിക്കൻ? കോക്കനട്ട് മിൽക്ക് തിക്കൻ തിന്നെന്താ? നമ്മുടെ 1-ാം പാൽ വീണ്ടും അതിലേക്ക് തന്നെ വരുന്നുള്ളൂ. 1-ാം പാൽ 2-ാം പാലിന്റെ അതിനാണ് തിക്കൻ തിന്നുന്നത്. ഇനിയിപ്പോ 1, 2 എഴുതി കഴിഞ്ഞാൽ വീണ്ടും പഴയ മനസ്സിലായി. അപ്പോ നിങ്ങൾക്കുള്ള സാധനങ്ങളെല്ലാം നിസാം വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. അതെല്ലാം ഇപ്പൊ ഇവിടെ സെറ്റ് ആവും. നിങ്ങൾ കുക്കിംഗ് തുടങ്ങിക്കോ. നമ്മൾ പോയിട്ട് തിരിച്ചു വരുമ്പോ ഒരു പകുതി വഴിയെങ്കിലും എത്തണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ബ്ലൂ ടീം എത്തോടെ പോയിന്റ് എടുക്കണം. റെഡ് ടീം മാക്സിമം അഡ്വാൻസ് ചെയ്ത് പോകാൻ നോക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ഓൺ ചെയ്തിട്ടേ ആദ്യം പറഞ്ഞ സാധനമൊക്കെ കിട്ടിയില്ലേ? മാനേജർ വന്നു. മാനേജർ ഷെഫ് പോവാൻ കാത്തിരിക്കാൻ പറ്റുന്നത്. എവിടെയായിരുന്നു? കണ്ടില്ല. നമ്മൾ വിചാരിച്ച അമേരിക്ക പോയി. അമേരിക്ക പോവും, കളിയാക്കൊന്നും വേണ്ട. എന്നെ കൊണ്ടുപോകും ഏതാ അമേരിക്കക്ക്. അത് ഞാൻ പൊട്ടുന്നിട്ടല്ലേ? സെറ്റല്ലേ? സെറ്റ് പൊളിക്കും. കഴിഞ്ഞ സീസണിലുള്ള ആൾക്കാരൊക്കെ പൊളി കുക്കായിരുന്നു. ആണോ? ആ, നമ്മൾ കൊള്ളില്ലാന്നോ? അപ്പൊ ശ്രദ്ധിച്ചാ മതി. അതെ, കലാഭവനിലെ പാട്ട് മാത്രം പോരാ. ഷെറല്ലേ? പിന്നെന്താ? അല്ലെങ്കിൽ എന്റെ പോലെ അങ്ങനെ ഇരിക്കേണ്ടി വരും. ഷെഫാവും. കൊഞ്ചും മാങ്ങമല്ലേ കറി സ്പെഷ്യലല്ലേ വെച്ച് നശിപ്പിച്ചിടല്ലേ കുക്കിംഗ് കലയിൽ ബിരുദം നേടിയ ഷെഫ് നമുക്കില്ലയോ വല്ല പറഞ്ഞ പോലെ ഞാൻ പോവും. ഞാൻ അമേരിക്കയിലേക്ക് പോവും. ഷെഫിന്റെ സ്വത്താണ്, മുത്താണ്. മിക്കവാറും ഇങ്ങനെ വല്ല വട്ടു പിടിക്കൂട്ടോ. എന്നാലും ആ ഷെഫിനൊന്ന് കൊണ്ടുപോകൂടെ പാവത്തിന്? അവന്മാര് എണ്ണ തെറിപ്പിച്ചോ? ഇതിന് അവിടെ പോയിട്ട് അതിന്റെ ഇടയിൽ കയറി നിൽക്കാൻ പോയത്? ഇല്ലില്ല, കുഴപ്പമില്ല. ഇപ്പൊ നമ്മള് ഇത് വലിയ പ്രശ്നമാട്ടോ. ഷെഫ് വന്ന ഷെഫ് വന്നാൽ കുഴപ്പമില്ല. ഷെഫിന്റെ കയ്യിലൊരു മാജിക് ഉണ്ട്. ഷെഫ് വരും. അപ്പൊ കമ്പല അടിച്ചു കൊണ്ടേ വന്നായിരിക്കും. വല്ലം നടന്നാ മതി. ഞാൻ കേൾക്കില്ലട്ടെ. എനിക്ക് ചീത്തമായിട്ട് മതിയായിരുന്നു. ഇല്ലാതെ ഇത് ഒഴിക്കാൻ സമയല്ലേ? അല്ല, നമ്മുടെ അവിടെ ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. എവിടെ വരെയായി? പ്രോൺസ് മാംഗോ കറി പ്രിപ്പയറിംഗ് ഗ്രേവി ആയി വരുന്നു. റെഡിയായി വരുന്നു. ഈ മാംഗോ കറി ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടോ? അതോ പിന്നെ കഴിക്കുമ്പോ തോന്നണം എനിക്ക്. തീർച്ചയായും. എവിടെ വരെയായി? ഇതെന്ത് രസമോ? അല്ലല്ല, രസം പോലെ തോന്നും. നേരത്തെ രസം നേരത്തെ നമ്മള് ഫിനിഷ് ആയിട്ടാകുമ്പോ അതിന്റെ ആ ഒരു ഫിനിഷാകുമ്പോൾ പോലാവും. ഇതെന്തോ നിങ്ങളുടെ ഏപ്രിൽ പിന്നെയും സെയിം അല്ലേ? എത്ര പറഞ്ഞാലും നിങ്ങൾക്ക്
ഇത് ഹൈജീൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കാർക്കും ഒരു ശ്രദ്ധയില്ലല്ലേ? അവര് മനപ്പുറം എണ്ണ നിർപ്പിച്ച അവർ മനഃപൂർവ്വം തെറിപ്പിച്ച ആണോ അല്ലയോ നല്ലല്ലോ. അത് ഇങ്ങനെ ഒരു അതിന് നമുക്ക് ടെൻഷനൊന്നുമില്ല. എന്താ ടെൻഷൻ ഇല്ലാത്ത എന്താ? ഷെഫിന്റെ കയ്യിൽ എന്തോ ഒരു മാജിക് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ പ്രാവശ്യം ഇത് എൻ്റെ കുഴപ്പമില്ല, പക്ഷേ ഷെഫ് ആ മാജിക് ഒന്ന് കാണിച്ച് എനിക്കൊന്ന് ഞങ്ങൾക്ക് ഒരു ആണോ? മാജിക് കാണിക്കുമ്പോൾ അടിപൊളിയല്ലേ? അടിപൊളി. ഇതെങ്ങനെയാ ഷെഫ്? ഇതാണ് പേഴ്സണൽ മാജിക്. ആ കൊള്ളാട്ടാ. ഭയങ്കര മാജിക്കാണ്. ഇതെങ്ങനെ സംഭവം? ഇതാണ് പേഴ്സൽ നമ്പർ 1 ഓൺ ദ ടഫസ്റ്റ് സ്റ്റെയിൻസ്. എന്നിട്ട് നമുക്ക് മീനിടാം. അടിയുണ്ട് സൈഡിൽ കൊണ്ടുവച്ചേ. പണി പാളിയല്ല മോനെ. എന്തോടാ ചെയ്യപ്പനി? ഇനിയിപ്പനി വേറെ മീൻ തരുമോ അവര്? എനിക്ക് തോന്നില്ല ആരും. ഒരു കാര്യം ചെയ്യും, ഇപ്പം ഇവിടെ വരൂ ഇപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി. ഇതിടാനാ പറയണേ. പിന്നെന്താ ഇപ്പോൾ ചെയ്യാ? ഇത് ഇട്, വേറെ വഴിയില്ല. ഇപ്പം ഇനിയിപ്പോൾ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ അപ്പോൾ പ്രശ്നമാവും. ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുമല്ലോ ഉള്ളൂ. ഇട്, എന്തായാലും ബോയിൽ ചെയ്യുന്നതല്ലേ, ചൂടാക്കുന്നതല്ലേ. സർക്കാരും പറയണ്ട, വേറെ രക്ഷയില്ല. എന്തായി കുക്കിംഗ്? സെറ്റായോ? അത് ഇവിടെ നോക്കട്ടെ. തേങ്ങാപ്പാല് ആ എന്താ കഴിയാറായല്ലോ. ഇത് കഴിഞ്ഞു. കഴിഞ്ഞു. ഇനി പ്ലേറ്റ് ചെയ്യാനുള്ള പരിപാടിയിലായി. അതെ അതെ അതെ. ഇതാണോ പ്ലേറ്റ്? അല്ലല്ല, വരണേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇച്ചിരി വെള്ളം. നിങ്ങൾ ഇത്തവണ വാശിയില്ല അല്ലേ? അതെ. മാത്രമല്ല കുറച്ച് സാധനം കണ്ടു പഠിച്ചു വെച്ചേക്കുന്നല്ലോ. മനസ്സിലായി. നമ്മളിത് നിങ്ങളുടെ പരിപാടി നമ്മളിത് നടന്നുകൊണ്ടിരിക്കുന്ന ഫൈനൽ ആക്കാൻ വേണ്ടിയുള്ള കഴിയാറായി അല്ലേ? ടെൻഷനിലായിരുന്നു. ഇത് നല്ല കളറായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇന്നല്ല. ഇത്തവണ നിങ്ങൾ സമ്മാനം അടിച്ചോണ്ട് പോകാനുള്ള സാധനമല്ലേ? തീർച്ചയായിട്ടും. പൊളി. അവിടത്തത് കുറച്ചുകൂടി വൈറ്റ് ആണ്, ഇവിടത്തത് കുറച്ചുകൂടി നല്ല മുളകൊക്കെ ഇട്ട ഒരു സാധനമായിട്ട് മാറുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? സൂപ്പർ. അപ്പൊ എല്ലാം കലക്കനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചോ. എന്നാലും കുക്കിംഗ് അവർ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിനി തിരിച്ചു വരുമ്പോൾ ഷെഫുമായിട്ടായിരിക്കും തിരിച്ചു വരിക. ടേസ്റ്റിംഗ്, പ്ലേറ്റിംഗ് ഒക്കെ നടക്കാനുണ്ട്. അതിലേക്കൊക്കെ കടക്കാം. പക്ഷെ അതിന് ചെറിയ ബ്രേക്ക് വേണം. സോ ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3 പവർഡ് ബൈ DAC and Persilil, a short break. The Bachelor's Kitchen. Welcome back to Asianet Bachelor's Kitchen Season 3 powered by DAC and Persil. ഷെഫ് കണ്ട നമ്മുടെ ആൾക്കാർ വളരെ കൃത്യമായിട്ട് അവരതിന്റെ ഗാർണിഷും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ്. ഇനി ഈ ബോട്ടിൽ വാട്ടർ നമ്മൾ റിലൈ ചെയ്യേണ്ട കാര്യമില്ല. കൺവീനിയൻ്റ് ആണ്, സസ്റ്റൈനബിൾ ആണ്, മാത്രമല്ല ഒരു സ്മാർട്ട് കിച്ചന് ഏറ്റവും ആവശ്യമുള്ള സാധനവുമാണ് മിലാനോ വാട്ടർ പ്യൂരിഫയർ. ഒരെണ്ണം വാങ്ങണം വീട്ടിൽ. താങ്ക് യു മിലാനോ. സോറി. ഓക്കെ, അപ്പോ ടേസ്റ്റിംഗ് ടൈം കണ്ടായിരുന്നല്ലോ. ഷെഫ് വന്ന നേരത്തെ കണ്ടതല്ലേ ഇവര് കുക്ക് ചെയ്യുന്നതൊക്കെ? ഓ യെസ്, കുറേ കാര്യങ്ങൾ കണ്ടു. ശരി, ഓക്കെ. അപ്പോ നമുക്ക് ആദ്യം ഇവിടോട്ട് പോവാം. ഡെഫിനറ്റ്ലി. നമ്മുടെ ബ്ലൂ ടീം ഒരുപാട് പ്രതീക്ഷയിലാണ്. ആഹാ, മാങ്ങയൊക്കെ അതുപോലെ കിടപ്പുണ്ടല്ലോ. നന്നായിട്ട് കുക്ക് ചെയ്തോ? എന്തോ മൂത്തൊരു ഇത് വാങ്ങ അതുപോലെ കിടക്കണത് മാങ്ങായിട്ടല്ലേ കിടക്കുള്ളൂ. അതുപോലെ നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് കിടക്കും. പിന്നെ കറി മാത്രം നല്ല കറി. പക്ഷെ എന്തോ ഒരു, ഞാൻ പറയില്ല, ഷെഫ് പറയും, പക്ഷെ എന്തോ ഒരു കുറവുണ്ട്. ഉപ്പ് ഇല്ല തവണ, കുറവാണ്. ഇത് അല്ല, ഇത്
നിങ്ങൾ ഉള്ളി എന്തോ നിങ്ങൾ ഭയങ്കരമായിട്ട് ബ്രൗൺ ആക്കിയോ? ഏത് ലാസ്റ്റാ? ലാസ്റ്റോ ഫസ്റ്റോ എപ്പോഴും? എപ്പോഴെങ്കിലും ഉള്ളി ബ്രൗൺ ആക്കിയാൽ മതി. തുടക്കത്തിൽ ബ്രൗൺ ആക്കിയാലും അവസരം ബ്രൗൺ ആക്കിയാലും കുഴപ്പമില്ല. അങ്ങനൊന്നുമില്ല. ഉള്ളി ഇട്ടിട്ടേ ഇല്ല. ഉള്ളിട്ടുണ്ട്. ഇതെങ്ങനെ കണ്ടുപിടിക്കണത്? ഇതെന്താണ് പിന്നെ ഉള്ളിയല്ലേ ഇത്? ലാസ്റ്റ് ഞാൻ ഇട്ടതല്ലേ? ലാസ്റ്റ് ഇട്ടതാ. ഉള്ളിലുള്ള എങ്ങനെ? ഗാർണിഷാണ്. പക്ഷെ മാംഗോ കറിയുടെ ഫീൽ ഇല്ലല്ലോ. ഇതൊരു സ്റ്റൂ ആയി. ആ അല്ലേ, ഇതിന്റെ ഒരു മാംഗോ കറി ഫീൽ ഇല്ല. അതാണ് പറ്റിപ്പോയി. മറ്റേ ഒന്നാം പാല് രണ്ടാം പാല്. നീ പാലെന്ന് പറഞ്ഞ ഇടിച്ചതിന്റെ പാല് അപ്പോ ഈ ഫിഷ് മാംഗോ കറി എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റർ വേർഷൻ ഓഫ് നമ്മുടെ മീൻ കറിയാണ്. അപ്പോൾ അതിനകത്ത് ഈ ഭയങ്കരമായിട്ട് വറുത്ത ഉള്ളി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വറുത്ത സാധനങ്ങളല്ല, വളരെ മൈൽഡായിട്ടുള്ള നാച്ചുറൽ ഫ്ലേവേഴ്സ് ഉള്ള ഒരു കറിയാണ് മാംഗോ കറി. ഇത് വേറൊരു കറിയായിട്ട് കൊള്ളാം, പക്ഷെ ഫിഷ് മാംഗോ കറിയായിട്ട് എനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സുകൊണ്ട് അതങ്ങോട്ട് പുള്ളിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കറിയാണല്ലോ. കറിയാണ്, അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല. ഗുഡ് അറ്റംപ്റ്റ്. കഴിഞ്ഞ എപ്പിസോഡിൽ കുറച്ച് വെള്ളമില്ലായിരുന്നു, കൊഴുത്തു പോയി എന്നൊക്കെ പറഞ്ഞില്ലേ? അതെല്ലാം കറക്റ്റായി പ്രാവശ്യം. പക്ഷേ പ്രാവശ്യം ആ പറഞ്ഞ കറി ഇപ്പൊ വെള്ളമുണ്ട്, കൊഴുത്തു പോയിട്ടില്ല. പക്ഷെ പ്രോൺസ് മാംഗോ കറി ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ അത് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ഓക്കെയാ. അത് സാധനം കൊള്ളൂലൊന്നുമല്ല കേട്ടോ, സാധനം കൊള്ളാം. നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിയ ഒരു സെറ്റപ്പായി വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ശരി, ടെൻഷൻ അടിക്കണ്ട. അപ്പോ ഓൾ ദി ബെസ്റ്റ്. അപ്പുറത്തൊന്നും കൂടി കഴിച്ചു നോക്കിയിട്ട് നമ്മൾ വന്ന് പറയാം കേട്ടോ. ശരി, മാംഗോ എടുത്ത് വെളിയിലിട്ടിട്ടുണ്ട്. മുകളിലെ ഗാർണിഷ് ഒക്കെ നോക്ക്, കറിവേപ്പില ഷെഫിന്റെ സ്റ്റൈൽ അടിച്ചു മാറ്റിയിരിക്കുന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു കുക്കിംഗ് നിങ്ങളെ ഇന്നത്തെ? നല്ലായിരുന്നു, സൂപ്പറായിരുന്നു. സ്ഥിരം നമ്മൾ വെക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് മാത്രമേ. വീട്ടിൽ വെക്കാറുണ്ടോ പ്രോൺസ് മാംഗോ കറി വെക്കുന്ന ആളാണ്? ഓ അടിപൊളി. അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ഡിഷിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും മെൻഷൻ ചെയ്യാനുണ്ടോ? ഇല്ല, എല്ലാം റെസിപ്പി എല്ലാം നിങ്ങൾ ഹാപ്പി ആയിരുന്നു? ചിലപ്പോ പേര് പ്രോൺസ് മാംഗോ കറി എന്നുള്ള പേര് മാറ്റണം. നേരത്തെ അവര് പറഞ്ഞിട്ട് മാംഗോ കറി ഫീല് വന്നില്ല. പ്രോൺസിന്റെ എല്ലാം അതുപോലെ തന്നെയാണ് ഇൻഗ്രീഡിയൻസ്, അതുപോലെ തന്നെ ചെയ്തേക്കുന്നത്. അപ്പം മിഥുനും ഞാനും ടേസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല? ഇല്ല, ചെയ്യാം. Okay? Come, chef. I cannot believe this. നിങ്ങൾക്ക് ഇങ്ങനെ എങ്ങനെ പറയാൻ കഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഡിഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇത്രയും വലിയൊരു അബദ്ധം സംഭവിക്കുക. നമ്മൾ ഇത്രയും ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഇന്ന് ഇത്രയും വലിയൊരു അബദ്ധം കാണിക്കുമ്പോൾ അത് ഒരു പ്രൊഫഷണലായിട്ടൊരു ഷെഫാണ് അല്ലെ, പ്രൊഫഷണൽ പോട്ടെ, ഒരു ഇത്തിരി മര്യാദയുള്ളൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ആദ്യമേ പറയാം, ഷെഫ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, നമുക്കത് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ 4 പീസ് പ്രോൺസിന് പകരം 3 പീസേ ഉള്ളെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ വഴക്ക് പറയും. അല്ലെ 5 seconds റൂളൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതല്ലേ? എന്താ സംഭവം എന്താണ്? ഞങ്ങളുടെ താഴെ വീണായിരുന്നത് പ്രോൺസ്. പ്രോൺസ് താഴെ വീണോ? കൈ തട്ടി. എന്നിട്ട് വേറെ പറയായിരുന്നു? അല്ല, പിന്നെ കിട്ടുമോന്നൊരു ഡൗട്ടും. അങ്ങനെ പിന്നെ അവസാനം ടൈമും ഒക്കെ ആകാറായി. ഇത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കും, ലാസ്റ്റ് മൂമെന്റിൽ കൈ തട്ടി. നിങ്ങൾ കഴുകിയോ? പ്രോൺസ് എടുത്തിട്ട് താഴെ വീണെങ്കിൽ അതെടുത്ത് കഴുകിയാൽ പോരെ? അവിടെ വാഷ് ബേസിനും ഇതൊക്കെ ഉള്ളല്ലേ, നല്ല കറക്റ്റായിട്ട് കഴുകിയാൽ പോരെ? അതുപോലെ അവരെന്താ ചെയ്യുന്നത്? നമ്മളെല്ലാവരും പാനിക്കായി പോയി. ആ പാനിക്കിൻ്റെ അകത്ത് നമ്മൾ പിന്നെ അത് അങ്ങനെ എടുത്തിട്ടു. ഇവിടെ ഓൾമോസ്റ്റ് താഴെ വീണ സാധനം എടുത്തിട്ടു. താഴെ വീണ സാധനം അതുപോലെ എടുത്തിട്ട് അവർ കുക്ക് ചെയ്തിട്ട് നമ്മളോട് ടേസ്റ്റ് ചെയ്യാൻ പറയാണ്. ഇപ്പോൾ അത്രയ്ക്ക് എന്നെ തൊലിക്കെട്ടി നമ്മൾ മലയാളത്തിൽ പറയും. അതൊക്കെ എന്തൊരു വൃത്തികളാണോ? അൺപ്രൊഫഷണലിസം എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇഫ് ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ്, എന്നോട് നിങ്ങൾ ഇനി മുമ്പോട്ടാണെങ്കിൽ ഒരു ഡിഷ് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഐ വിൽ ബി റിയലി കോഷ്യസ്, വെരി കോഷ്യസ് നെക്സ്റ്റ് ടൈം ഓൺവേർഡ്സ്, ബിക്കോസ് ഐ ഡോണ്ട് ട്രസ്റ്റ് യു ഗൈസ് അറ്റ് ഓൾ. എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല മിഥുൻ. ഐ തിങ്ക് ടേസ്റ്റിംഗ് പോയിട്ട് എനിക്ക് നോക്കാൻ പോലും താല്പര്യമില്ല. നിങ്ങൾക്കൊരു വാക്ക് പറഞ്ഞൂടെ? അപ്പൊ ഞാൻ പറഞ്ഞ താഴെ വീണ് കിടക്കുകയാണെങ്കിൽ അത് എടുത്ത് കഴുകിയിട്ട് ഉപയോഗിച്ചാൽ പോരെ? ആൾക്കാർ കഴിക്കുന്നല്ലേ, അപ്പൊ അത് നിങ്ങളല്ലോ, ഇത് ശരിക്കും ഷെഫ് ടേസ്റ്റ് ചെയ്യുന്നതല്ലേ. അപ്പൊ അതൊരു കണ്ടാമിനേറ്റഡ് സാധനമല്ലേ നിങ്ങളെടുത്ത് ഉപയോഗിച്ചത്? ഭയങ്കര ബോറല്ലേ? നമ്മുടെ ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനെ സംഭവിച്ചു. നമ്മൾ പാനിക്കായി പോയി ശരിക്കും പറഞ്ഞാൽ. അതാ സംഭവിച്ചത്. അത് ഇതിവിടെ കരിഞ്ഞ് ആവുകയും ചെയ്തു. Anyways, I mean, let's not waste time on them. They already wasted so much time of us. ഇനി നമുക്ക് നിർത്താം. I don't do. I mean, you really want to taste it? No, not at all. Exactly. താഴെ വീണ സാധനം Exactly. So, anyway, thank you. വളരെ നന്ദിയുണ്ട് കേട്ടോ. രഞ്ജു, വിവേക്, നമ്മളത് പ്രതീക്ഷിക്കില്ല കേട്ടോ നിങ്ങളെ. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞേ. ഇതിപ്പോ നമ്മളൊരു
ഇത് നടത്തുന്നല്ലേ? നിങ്ങൾക്കൊരു വാക്ക് പറഞ്ഞെന്തായിരുന്നു കുഴപ്പം? ഭയങ്കര ബോറായി പോയി. Let's go. ഇതിനകത്ത് നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്ക് ഏറ്റവും നല്ല ആ ട്രാഷ് ക്യാൻ എടുത്തിട്ട് ആ സാധനം എടുത്ത് അതിനകത്തോട്ട് ഇട്ടാൽ മതി. അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഐ വുഡ് ഹാവ് റിയലി അപ്രീഷിയേറ്റഡ് നിങ്ങളുടെ ഓണസ്റ്റി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നിങ്ങളോട് ഒരു അത് പറയാറുണ്ടല്ലോ. സിമ്പതി തോന്നിയേനെ. ഇപ്പൊ പുള്ളി വന്നിട്ട് നേരത്തെ ഇപ്പൊ വന്ന് ചോദിച്ചു നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടോ ഇതിന് മുമ്പെന്ന് ചോദിച്ചു. നിങ്ങൾ ആരെങ്കിലും ഒരു വാക്ക് മിണ്ടിയോ? ഈ ആക്ച്വലി വാണ്ടഡ് യു ടു ഓപ്പൺ അപ്പ്, അതുകൊണ്ടല്ലേ ചോദിച്ചത്. എനിവേ നല്ല രസമുള്ള ടേൺ ഓഫ് ഇവന്റ്സ്. കൊള്ളാം. ലെനിൻ എപ്പോഴും ലെനിൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ല ഞാൻ പറഞ്ഞില്ലേ പ്രോൺസ് മാംഗോ കറിയുടെ ഒരിതുണ്ടെങ്കിലും ഷെഫ് പറയുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങളാണ് ഇത്തവണത്തെ വിന്നേഴ്സ്, യാതൊരു സംശയമില്ല. ബിക്കോസ് ദേ ആർ ഡിസ്ക്വാളിഫൈഡ്. ലിഞ്ചു ഇത് ആവശ്യമില്ലാത്ത ഷോ ആണ്. ആവശ്യമില്ലാത്ത ഷോ ആണ്. ഇവിടെ നമുക്ക് ഞങ്ങൾ നിന്നെ ലെറ്റ്സ് ഗോ. നമുക്ക് ഇനി അടുത്തത് നമ്മൾ തിരിച്ചു വരുമ്പോൾ, അതായത് അടുത്ത എപ്പിസോഡിൽ തിരിച്ചു വരുമ്പോൾ നമുക്കിനി കാണാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോൺസ് മാംഗോ കറി. നമ്മുടെ ഷെഫ് വെച്ച് കഴിയുമ്പോൾ അത് 7 സ്റ്റാർ പ്രോൺസ് മാംഗോ കറി ആണല്ലോ. 7 സ്റ്റാർ പ്രോൺസ് മാംഗോ കറി ആണല്ലോ. അപ്പോ ആ 7 സ്റ്റാർ പ്രോൺസ് മാംഗോ കറിയിലേക്ക് നമുക്ക് പോണ്ടേ? ഇവര് കൊടുത്ത സാധനങ്ങളായിരിക്കില്ല, മറ്റേ വലിയ ലിസ്റ്റ് ഉണ്ടാവൂലേ അല്ലേ? അപ്പൊ ആ ലിസ്റ്റിലോട്ട് പോവാം. അപ്പോ അടുത്ത എപ്പിസോഡിൽ കാണാം. ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3 powered by DAC and Persil. See you in the next episode. Bye.